രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്കെതിരായ ബലാത്സംഗ കേസിലെ ആദ്യ അതിജീവിതയെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചുവെന്ന കേസിലെ പ്രതി ദീപ ജോസഫിന്റെ ഹർജി കടുത്ത വിമർശനത്തോടെ സുപ്രീംകോടതി തള്ളി. ഹൈക്കോടതിയെ സമീപിക്കാൻ കോടതി നിർദ്ദേശം നൽകി. ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീക്കെതിരെ പറയാൻ പാടില്ലാത്ത വാക്കുകളാണ് ഉപയോഗിച്ചതെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയുടെ പബ്ലിക് അഡ്വക്കേറ്റ് ആണോ ദീപ ജോസഫ് എന്നും കോടതി ചോദിച്ചു. ആർ അച്യുതൻ വിശദാംശങ്ങളുമായി. അച്യുതൻ, ഇത് ഹൈക്കോടതിയെ സമീപിക്കാൻ പറഞ്ഞു, പക്ഷേ നമുക്കറിയാം ഈ പരാതിക്കാരി ഗുരുതരമായ ആരോപണങ്ങളാണ് ദീപ ജോസഫിനെതിരെ ഉന്നയിച്ചിട്ടുള്ളത്. രൂക്ഷ വിമർശനമാണ് സുപ്രീം കോടതി ഉന്നയിച്ചത് ദീപ ജോസഫിനെതിരെ, അല്ലേ? അനുജ, അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട ബലാത്സംഗ കേസിലെ ആദ്യ അതിജീവിതയെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചതിനാണ് ദീപ ജോസഫിനെതിരെ കേസെടുത്തത്. ആ കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ദീപ ജോസഫ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ഇന്ന് ആ കേസ് പരിഗണിക്കുമ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് തുടർച്ചയായുള്ള വിമർശനങ്ങളാണ് ദീപ ജോസഫിനെതിരെ ഉണ്ടായത്. തുടക്കത്തിൽ കോടതി ചോദിച്ചു എന്തുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചില്ല എന്നുള്ളത്. പ്രാക്ടീസ് അഭിഭാഷക എന്ന നിലയിൽ പ്രയോഗിക്കാൻ കഴിയുന്ന വാക്കുകളാണോ നിങ്ങൾ ഉപയോഗിച്ചത് എന്ന് ചീഫ് ജസ്റ്റിസ് തന്നെ അതാണ് താങ്കളൊരു അഭിഭാഷകയല്ലേ എന്ന് ചോദിക്കുന്നു. ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീക്കെതിരെ പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഹൈക്കോടതിയെ സമീപിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഹർജി തള്ളുമ്പോഴും രൂക്ഷ വിമർശനം സുപ്രീം കോടതി ഭാഗത്തു നിന്ന് അഡ്വക്കേറ്റ് ദീപ ജോസഫിനെതിരെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.